കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 സെക്ഷൻ 75 അല്ലെങ്കിൽ വകുപ്പ് 75 എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അതായത് നിങ്ങളുടെ കേസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ കോർട്സിലോ അല്ലെങ്കിൽ വക്കീൽ മുഖാന്തരമോ അന്വേഷിക്കുമോ അത് എവിഡൻസ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യുക, കോടതികളുടെ ഉള്ളിലാണ് നമ്മൾ സാക്ഷി വിസ്താരങ്ങൾ നമ്മൾ നടത്താറുള്ളത്. എന്നാൽ നമുക്ക് ഈ സെക്ഷൻ 75 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതികൾക്ക് തെളിവെടുപ്പ് നടത്തുവാനായിട്ട് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുവാനായി സാധിക്കും. അതിനുള്ളൊരു പവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അതായത് 1908 സിവിൽ നടപടിക്രമ കോഡിലെ, അതായത് സിവിൽ പ്രൊസീജിയർ കോഡിലെ വകുപ്പ് 75 അല്ലെങ്കിൽ സെക്ഷൻ 75 പ്രകാരം വിവിധ ആവശ്യങ്ങൾക്കായി ഒരു കമ്മീഷണറെ നിയമിക്കുവാനും കമ്മീഷൻ പുറപ്പെടുവിപ്പിക്കുവാനും കോടതിക്ക് അധികാരം നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് ഓപ്പൺ കോർട്ടിൽ ഈ ഫാമിലി മാറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, സ്പീഡി ട്രയലൊക്കെ അത്യാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വക്കീൽ മുഖാന്തരം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ കോടതി അത് അനുവദിച്ചു തരും. ഏതെല്ലാം കാര്യങ്ങൾക്കാണ് സാധാരണഗതിയിൽ അനുവദിക്കുക എന്നുള്ളത് നോക്കാം. അതായത് വ്യക്തികളെ പരിശോധിക്കുക, അതായത് കേസ് കൊടുക്കുമ്പോൾ ഭാര്യ ഭർത്താവ്, അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, തെളിവുകൾ പരിശോധിക്കുവാനൊക്കെയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ, ഏതെങ്കിലും തരത്തിൽ പറമ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ സ്വർണം ഇരിക്കുന്ന അല്ലെങ്കിൽ പണം ഇരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ ഉപയോഗിക്കാം. പറമ്പുകൾ വിഭജിക്കണമെന്നുണ്ടെങ്കിൽ, പാർട്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ ഉപയോഗിക്കാം. ശാസ്ത്രീയമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വസ്തുക്കളുടെ വിൽപ്പന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന അഡ്വക്കേറ്റ് കമ്മീഷനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് ഏതാണ്, ഓർഡർ 26 CPC ആണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട പോയിന്റ് സെക്ഷൻ 75 CPCയും അതുപോലെ തന്നെ ഓർഡർ 26 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ കേസ് സ്റ്റേജ് നോക്കുക, എവിഡൻസ് സ്റ്റേജിലേക്ക് എത്തിയോ നോക്കുക, അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് തെളിവെടുപ്പ് നടത്തി കേസ് അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം. ബൈ.